നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതൊക്കെ അരിഞ്ഞ് കറിയാക്കി കഴിക്കുമ്പോഴും ഇതൊക്കെ തന്നെ കേക്കണം കേട്ടോ. ഇവള് അവരിതെവിടെ പോയി? കാണുന്നില്ലല്ലോ. വരുന്നില്ലേ? എനിക്ക് ചില അർജന്റ് കോൾസ് ഉണ്ട്, നീ നടന്നോ. എന്തോ കുബുദ്ധി ഒപ്പിക്കാനാണല്ലോ. എന്താടി? ഒന്നുമില്ലേ? ബാലേട്ട, നിങ്ങളിത് എവിടെയാ? കിഡ്നാപ്പിംഗ് പ്ലാൻ ചെയ്ത സ്ഥലത്ത് നിൽക്കാ ഞാൻ. ഞങ്ങൾ വന്നോണ്ടിരിക്കാ സുസ്മിക്കുട്ടി. എന്നാ പെട്ടെന്ന് വാ. ഇപ്പൊ ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല, അതുകൊണ്ട് എന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയാലും ആരും ഫോളോ ചെയ്തൊന്നും വരില്ല. പിന്നെ കിഡ്നാപ്പിങ്ങിന് സാക്ഷിയായി ആ ഹൗസ് മെയ്ഡ് പൊന്നിയുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം ക്ലീൻ ആയിട്ട് നടക്കും. 2 മിനിറ്റ്, ഞങ്ങൾ എത്തി. പെട്ടെന്ന് വാ. ഒന്ന് വേഗം വിടറാ. പൊന്നി, അർജന്റ് കോൾസ് ഒക്കെ കഴിഞ്ഞോ? അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല, നടക്ക്. അങ്ങനെ ആജ്ഞാപിക്കാൻ ഞാൻ നിന്റെ വീട്ടിലെ അല്ല, സത്യാമ്മയുടെ വീട്ടിലെ സർവന്റാ. ശവത്തെ കൊണ്ടൊരു ആവശ്യം ഉണ്ടായിപ്പോയി, അല്ലെങ്കിൽ ചവിട്ടി കൂട്ടിയേനെ ഞാൻ. വന്നല്ലോ. നിങ്ങളോട് പറഞ്ഞ വിടാൻ. സുസ്മിതയെ വിടാൻ. അയ്യോ, നിർത്താൻ. വണ്ടി നിർത്താനാ പറഞ്ഞേ. നിങ്ങളോടല്ലേ പറഞ്ഞ ബലം പ്രയോഗിക്കണ്ടെന്ന്? ഇത് ഞാൻ തന്നെ പ്ലാൻ ചെയ്ത കിഡ്നാപ്പിംഗാ. ഇത് കുറെ കടന്നുപോയി കേട്ടോ. വളരെ റഫായിട്ടാ നിങ്ങൾ എന്നോട് പെരുമാറിയത്. ഇതിനൊക്കെയുള്ള പേയ്മെന്റ് ഞാൻ ബാലേന്ദ്രന്റെ കയ്യിൽ നിന്ന് കുറയ്ക്കും. അല്ല, എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? റിസോർട്ടാണല്ലോ ഞാൻ പറഞ്ഞിരുന്നേ. അവിടേക്ക് ഇവിടുന്ന് വേറെ കാറുണ്ടോ? എന്ത് ഇരുന്നോ? പിന്നെ എന്താടി വിളിക്കണ്ട, തമ്പുരാട്ടിന്നോ? ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്യാനാണോ ഞാൻ ബാലേന്ദ്രന് കാശ് കൊടുത്തത്? എവിടെയാ ബാലേന്ദ്രൻ? പിന്നെ ടീന്നോ? ഞാൻ കാണിച്ചുതരാം. അവിടെ എത്തിയെന്നാണല്ലോ സുസ്മിത പറഞ്ഞത്. പിന്നെ എങ്ങോട്ട് പോയി? ഒന്ന് വിളിച്ചു നോക്കണം. തേച്ചത് തന്നെ ആയിരിക്കും, ഉറപ്പല്ലേ? അവിടെ വിളിക്കുന്നുണ്ട്. സുസ്മിത എവിടാ? ബാലേന്ദ്രൻ. സുസ്മിതേ, റിസോർട്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടാ ഞാനിവിടെ ഒന്ന് നിൽക്കുന്നത്. നീ എന്താ എന്നോട് കളി പറയുമായിരുന്നോ? കിഡ്നാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നീ എവിടാ? സുസ്മിതേ, അപ്പൊ ബാലേന്ദ്രൻ കിഡ്നാപ്പ് ചെയ്തില്ലേ? സംസാരമൊക്കെ മതി. സുസ്മിതേ, ഒന്ന് പറയട്ടെ. ഹലോ ഹലോ, ഫോൺ ഇങ്ങ് തരാൻ. തരാനാ പറഞ്ഞ. നിന്നെ പോലുള്ള ഇല്ലിറ്ററേറ്റ് ഫൂൾസിന് അറിയാത്തൊരു കാര്യമുണ്ട്. ഈ നാട്ടില് ആരെയും ചുമ്മാ ശിക്ഷിക്കാൻ പറ്റില്ല. ഞാനിപ്പോ പറഞ്ഞത് മുഴുവൻ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ലോകം മുഴുവൻ എന്റെ മേ പൊങ്കാലയിട്ടാലും നീയൊന്നും
എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോണില്ല. ഹും. ഹും. നിനക്കൊക്കെ ഒരു കാര്യം അറിയോ? സുപ്രീം കോടതി ജഡ്ജിയുടെ മുന്നിൽ വെച്ച് ഒരാളെ കുത്തിക്കൊന്നാലും അയാൾക്ക് ശിക്ഷിക്കാൻ പറ്റില്ല. അതിന് FIR ഇടണം, ഇൻക്വസ്റ്റ് നടത്തണം, വിചാരണ നടത്തി കോടതിയിൽ വാദപ്രതിവാദങ്ങൾ വേണം. കുറ്റവാളിയുടെ വക്കീല് കൂടുതൽ സമർത്ഥനാണെങ്കിൽ അതേ ജഡ്ജിക്ക് തന്നെ അയാളെ വെറുതെ വിടേണ്ടി വരും. അതുപോലെ തന്നെയാ ഒരു പോലീസ് ഓഫീസറുടെ മുന്നിൽ നടത്തുന്ന കുറ്റസമ്മതം. കോടതിക്കത് തെളിവല്ല. കുറ്റസമ്മതത്തിന് ആധാരമായ തെളിവുണ്ടെങ്കിലേ കോടതി അത് വിശ്വാസത്തിലെടുത്ത് ശിക്ഷ വിധിക്കും. ഇതൊക്കെ ഞാനൊരു വാശിക്ക് പറഞ്ഞതാന്ന് വാദിച്ചാ നീയൊക്കെ എന്തോ ചെയ്യും? ഒരു പിണ്ണാക്കം ചെയ്യാൻ പറ്റില്ല. അതാടി ഇന്ത്യൻ ശിക്ഷാ നിയമം. ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടില്ല. അതുപോലെ തന്നെ 100 കുറ്റവാളികൾ രക്ഷപ്പെടുകയും ചെയ്യും. ഇനി പറ, നിനക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? You bloody slum dogs. ചൈന കോളനിയിലെ പെണ്ണുങ്ങൾക്ക് ശിക്ഷ വിധിക്കാൻ FIR-ഉം ഇൻക്വസ്റ്റും പോലീസ് അന്വേഷണം ഒന്നും വേണ്ടടി. കോടതിയിലെ കോട്ടിട്ട വക്കീലന്മാരെ പോലെ വാദപ്രതിവാദം വേണ്ട. മനസാക്ഷിയുടെ കോടതിയാ ഇവിടെ. ഞങ്ങളെ ഇവിടെ ശിക്ഷ വിധിക്കുന്നത് നടപ്പിലാക്കുന്നത് പെട്ടെന്നായിരിക്കും, മനസ്സിലാവിടി? ഡേ അതിങ്ങെടുത്തോ. ഞങ്ങളുടെ പപ്പി ചേച്ചിയുടെ കുഞ്ഞിന്റെ കൈവിരല് ചവിട്ടി ഒടിച്ച് കൊക്കയിലെ അന്ത്യയാത്രാമൊഴി കൊടുത്ത നിന്നെ ഞങ്ങളിവിടെ ഇട്ട് പട്ടിയെ പോലെ തല്ലി കൊല്ലം പോടി. ആരാ ചോദിക്കാൻ വരുന്നെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. നിയമത്തിന്റെ പഴുതൊക്കെ നീ പറഞ്ഞു തന്നത് നന്നായി. നീ പറഞ്ഞ പരിരക്ഷയൊക്കെ UK-യിൽ ജോലി ചെയ്യുന്ന രാജശേഖരന്റെ മകൾക്ക് മാത്രമല്ല, ചൈന കോളനിയിലെ പെണ്ണുങ്ങൾക്കും കിട്ടുമല്ലോ. നീ ഒന്നും ജീവിച്ചിരിക്കാൻ പാടില്ലടി. അതെ, ഞങ്ങള് പെൺവർഗത്തിന് മൊത്തത്തിൽ നാണക്കേടാ. ചത്തോടി നീ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.